അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാദേവിയുടെ നാമസഹസ്ര പാരായണ പഠനത്തിൻ്റെ ഈ ദലത്തിലേക്ക് ഏവർക്കും സസന്തോഷം സ്വാഗതം. നാം ഇന്നലെ പത്മനാഭ സഹോദരി എന്നുള്ള 280ാമത്തെ നാമം വരെയാണ് പറഞ്ഞത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ തുടരാം. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. ഒന്നിച്ച് ഒരൊറ്റ നാമമാണത്. മുറിക്കാതെ കണ്ടു വേണം അത് ചൊല്ലാൻ. ഈ നാമത്തിൻ്റെ അവസാനം ആവലി എന്ന് വിസർഗമുള്ള പദമാണ്. ആവലിഹി അഥവാ ആവലി എന്ന് നിർത്തണം. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. അടുത്തത് സഹസ്രശീർഷവദന. സഹസ്രശീർഷവദന. സഹസ്രശീർഷ, ശീർഷ എന്ന് ചൊല്ലിയാലും മതി. സഹസ്രശീർഷവദന കൂടിച്ചേർന്ന് സഹസ്രശീർഷവദന. ഇവിടെ നേരത്തെ ഉന്മേഷ നിമിഷ ഉത്പന്ന വിപന്ന ഭുവന ആവലി ഒക്കെ മനോഹരമായ നാമങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് ഭാവിയിൽ പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ പാരായണം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ ഉന്മേഷ നിമിഷ ഉത്പന്ന വിപന്ന ഭുവന ആവലി ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. പിന്നീട് സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാത്, സഹസ്രാക്ഷി സഹസ്രപാത്. അവിടെ വിസർഗമുണ്ട്. അപ്പോൾ സഹസ്രാക്ഷി സഹസ്രപാത് എന്ന് ചൊല്ലണം. പിന്നീട് ആബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപനിഗമാ പുണ്യാപുണ്യഫലപ്രദ. ഇതാണ് പിന്നീടുള്ള നാമങ്ങൾ. ആബ്രഹ്മകീടജനനി, പിന്നീട് വർണ്ണാശ്രമവിധായിനി. ഇപ്പോൾ ആബ്രഹ്മകീടജനനി എന്നൊരു നാമം, അത് ആബ്രഹ്മകീടജനനി എന്നും. പിന്നീട് വർണ്ണ ആശ്രമവിധായിനി, വർണ്ണ ആശ്രമവിധായിനി, വർണ്ണാശ്രമവിധായിനി. പിന്നീട് നിജ ആജ്ഞാരൂപനിഗമ, അടുത്ത നാമം നിജ ആജ്ഞാരൂപനിഗമ. ദേവിയുടെ പേര് നിജ ആജ്ഞാരൂപനിഗമ. ഒന്നിച്ച് നിജ ആജ്ഞാരൂപനിഗമ. പിന്നെ പുണ്യാപുണ്യ ഫലപ്രദ, പുണ്യ അപുണ്യ ഫലപ്രദ. ഒന്നിച്ച് പുണ്യാപുണ്യ ഫലപ്രദ. ഇനി അടുത്ത നാമം മുറിക്കാതെ ചൊല്ലണം. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂലിക. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂലിക അഥവാ ധൂലികാന്നോ ധൂളികാന്നോ ചൊല്ലുക. ദീർഘം ആയിട്ടാണ് അവസാനിക്കുക. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക. അടുത്ത നാമവും മുറിക്കാതെ കണ്ട് ചൊല്ലണം.
സകലാഗമസന്തോഹശുക്തി സംപുടമൗക്തിക. സകല ആഗമ സന്തോഹ ശുക്തി സംപുട മൗക്തിക. ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് സകല ആഗമ സന്തോഹ ശുക്തി സംപുട മൗക്തിക എന്നൊരു നാമമായിട്ട് മാറുന്നത്. ശ്രദ്ധിച്ച് ചൊല്ലുക ഈ രണ്ട് ശ്ലോകങ്ങളിലും ഉള്ള ഭാഗങ്ങൾ. ആ ബ്രഹ്മകീടജനനീ വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപനിഗമാ പുണ്യാ പുണ്യഫലപ്രദാ ശ്രുതിസീമന്തസിന്ദൂരീകൃതപാദാബ്ജധൂളികാ സകലാഗമസന്തോഹശുക്തി സംപുടമൗക്തികാ. ഇനി പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത. ഇവിടെ അംബിക അനാദിനിധന, അംബിക എന്നും അനാദിനിധന എന്നും ഉള്ള രണ്ട് നാമങ്ങൾ കൂടി ചേർന്നിട്ട് അംബിക അനാദിനിധന എന്നായി തീരും. അത് രണ്ട് നാമങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭാഗം പുരുഷാർത്ഥപ്രദ, പുരുഷാർത്ഥപ്രദ, പിന്നെ പൂർണ്ണ, അടുത്ത നാമം ഭോഗിനി, പിന്നീട് ഭുവനേശ്വരി, പിന്നെ അംബിക അനാദിനിധന, ഒന്നിച്ച് അംബിക അനാദിനിധന, ഹരി ബ്രഹ്മ ഇന്ദ്രസേവിത. ഇത്രയും ഭാഗം. പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത. അനാദിനിധന അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയി പോവാതെ ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ അനാദിനിധന, തുടക്കവും ഒടുക്കവും ഇല്ല, അതാണ് അനാദിനിധന എന്ന്. ഹരിബ്രഹ്മേന്ദ്രസേവിത. പിന്നെ നാരായണീ നാദരൂപ നാമരൂപ വിവർജിത എന്നിങ്ങനെയുള്ള നാമങ്ങൾ. നാരായണി എന്ന ആദ്യത്തെ നാമം, നാദരൂപ അടുത്ത നാമം, നാമരൂപ വിവർജിത എന്ന് പിന്നീടുള്ള നാമം. അത് കഴിഞ്ഞ് ഹ്രീങ്കാരി, ഹ്രീങ്കാരി, പിന്നെ ഹ്രീമതി, പിന്നെ ഹൃദ്യ. അടുത്തത് ഹേയോപാദേയവർജിത. ഇവിടെ ആദ്യത്തെ രണ്ട് നാമങ്ങൾ ഹ്രീങ്കാരി, ഹ്രീമതി, അടുത്തത് ഹൃ എന്നേ ഉള്ളൂ, ഹ്രീ എന്നല്ല, ഹൃദ്യ. ഹ്രീങ്കാരി, ഹ്രീമതി, ഹൃദ്യ. ഹേയോപാദേയ വർജിത, ഹേയ ഉപാദേയ വർജിത, അതാണ് ഹേയോപാദേയ വർജിത എന്ന നാമമാകുന്നത്. പിന്നീട് രാജരാജ അർച്ചിത, രാജരാജ അർച്ചിത അടുത്ത പേര്, അതാണ് രാജരാജാർച്ചിത. അത് കഴിഞ്ഞ് രാജ്ഞി, പിന്നീടുള്ള നാമം രമ്യ, അടുത്തത് രാജീവലോചന, പിന്നീട് രഞ്ജനി, രഞ്ജനി എന്നാണ്, രഞ്ജിനി അല്ല രഞ്ജനി. അത് കഴിഞ്ഞ് രമണി, പിന്നെ രസ്യ, രസ്യ എന്നൊരു നാമം. അത് കഴിഞ്ഞ് രണക്കിങ്കിണി മേഖല. ഇത്രയും നാമങ്ങൾ. അതൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം. നാരായണീ നാദരൂപ നാമരൂപ വിവർജിത
ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണത്കിങ്കിണി മേഖല. അടുത്തത് രമ. പിന്നെ രാകേന്ദുവദന, രതിരൂപ, രതിപ്രിയ, രക്ഷാകരി, രാക്ഷസഘ്നി, രാക്ഷസന്മാരെ ഹനിക്കുന്നവൾ, രാക്ഷസഘ്നി. ഇതിന് മുമ്പേയുള്ള നാമങ്ങൾ സംശയമൊന്നും തോന്നാനില്ല എന്ന് തോന്നുന്നു. ഒരു 2 വാക്കുള്ളത് രാകേന്ദുവദന, രാകേന്ദുവദന, അതൊക്കെ പിന്നെ കേട്ട് പരിചയം ഉണ്ടാവും. രതിരൂപ എന്നും രതിപ്രിയ എന്നും രക്ഷാകരി എന്നൊക്കെ സംശയം ഉണ്ടാവില്ല. പിന്നെ രാക്ഷസഘ്നി, അത് കഴിഞ്ഞ് രാമ, പിന്നീട് രമണലംപട ഒരു നാമം. പിന്നെ കാമ്യ, കാമകലാരൂപ. അടുത്തത് കദംബകുസുമപ്രിയ, കല്യാണി, ജഗതീകന്ദ, കരുണാരസസാഗര. ഇതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള പദങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം അതുവരെയുള്ളതൊന്നും നമുക്ക് ചൊല്ലാം. രമാരാകേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഘ്നി രാമാരമണലംപട കാമ്യാ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണീ ജഗതീകന്ദ കരുണാരസസാഗര. ഇതുവരെ പറഞ്ഞ ഭാഗത്തിന് ശേഷമുള്ള ഭാഗം അടുത്ത ദലത്തിൽ തുടരാം.